കുടുംബജീവിതം വിജയമാക്കിയ അനേകരുടെ കഥ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു കഥ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവരുടെ കുടുംബജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവർ എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഇവരെ ഒന്ന് ആദരിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി 50th വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു പാർട്ടിയൊക്കെ നടക്കുകയാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് രഹസ്യം? ഈ 50 വർഷമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ, യാതൊരു അടിയും ബഹളമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇത്ര വിജയകരമായിട്ട് കുടുംബജീവിതം നയിക്കുവാനായിട്ട് കഴിഞ്ഞത്? അപ്പോൾ അച്ചായൻ പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ച ആ നാളിൽ തന്നെ ഒരു ഡിസിഷൻ എടുത്തു. അപ്പോൾ അതനുസരിച്ച് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള എല്ലാ തീരുമാനവും എടുക്കാൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാൻ ഇടപെടാറേ ഇല്ല. അതിന് നല്ല കാര്യമാണല്ലോ. പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് ഭാര്യ ഇടപെടാറുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടിപ്പാണ്. കാരണം നമ്മളങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ എന്നവർ വിചാരിച്ചു. അപ്പം ചോദിച്ചു, എന്താണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്താണ് വലിയ വലിയ കാര്യങ്ങൾ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എവിടെയാണ് വീട് മേടിക്കേണ്ടത്, ഏത് വീട് മേടിക്കണം, പിള്ളേരുടെ ഏത് സ്കൂളിൽ കൊണ്ട് ചേർക്കണം, അങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ഭാര്യയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ കൈകടത്താറേ ഇല്ല. അപ്പോൾ അത് ശരി. അപ്പം എന്താണ് വലിയ വലിയ കാര്യങ്ങൾ? അത് ഇസ്രായേൽ ഹമാസ് വാർ എപ്പോഴാണ് നടക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്തർദേശീയ കാര്യങ്ങളെല്ലാം ഞാനാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവൾ ഇടപെടാറില്ല. അതുകൊണ്ട് ഇത്രയും നാളും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു തമാശക്കഥയായിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും കുടുംബജീവിതം വിജയമായി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്കറിയാം അത് സത്യമാകാൻ സാധ്യതയില്ല. കാരണം 2 കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട 2 വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിജയത്തിൻ്റെ രഹസ്യം. നമ്മൾ 10 ടിപ്പുകൾ പഠിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എല്ലാവരും കല്യാണം കഴിക്കുന്ന ആ നാളിൽ തന്നെ ഈ ബെൻസിക് സാറിനെ വിളിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്തതിന് ശേഷം തുടങ്ങുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും വിജയകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നേനെ. ബൈബിളിൽ ഇസ്രായേൽക്കാർ പാടുന്ന ഒരു പാട്ടുണ്ട് സങ്കീർത്തനങ്ങളിൽ. 128-ാം സങ്കീർത്തനം അതൊരു പാട്ടാണ്. ആ പാട്ടെന്ന് പറയുന്നത് വിജയകരമായ കുടുംബജീവിതത്തിനുള്ള ടിപ്പുകൾ അടങ്ങിയ ഒരു പാട്ടാണ്. ഞാൻ ആ പാട്ട്, അത് എബ്രായ ഭാഷയിൽ എഴുതിയ പാട്ടാണെന്ന്, പക്ഷേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാട്ടായിട്ട് പാടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 128-ാം സങ്കീർത്തനത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 1-ാം വാക്യം പിന്നീട് വായിക്കാം. അവിടെ നാം വായിക്കുന്നത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. നോക്കുക, ഒരു വ്യക്തിയെ, വിജയിച്ച കുടുംബജീവിതത്തിൽ വിജയമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു കവിതയുടെ ഇതിവൃത്തമാക്കി അവിടെ വച്ചിരിക്കുകയാണ്. അവിടെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവിടെ പറയുന്നത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞാൽ നിന്റെ കരിയറിൽ നിനക്ക് സക്സസ് ഉണ്ടാകും. രണ്ടാമത്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമായിരിക്കും നിൻ്റേത്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. അവന് ലഭിച്ച ഭാര്യ എന്ന് പറയുന്നത് നല്ല സ്വഭാവവിശേഷമുള്ള, മക്കളെ വളർത്തുന്ന, ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഒരു ഭാര്യ അവനുണ്ട്. മാത്രമല്ല നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഡിന്നർ ടേബിളിൻ്റെ അടുക്കൽ വന്നിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കുന്ന, കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന, ആ നിലയിൽ എപ്പോഴും സന്തോഷം അനുഭവിക്കുന്ന ഒരു കുടുംബമായിട്ട് ഈ വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത്, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. അവൻ്റെ ആയുഷ്കാലം, അവനൊരു ദീർഘായുസ് അവന് ലഭിക്കുകയാണ്. നന്മകൾ കാണുന്ന, സമൂഹത്തിൻ്റെ നന്മകൾ കാണുന്ന, ദേശത്തിൻ്റെ നന്മകൾ കാണുന്ന ഒരു അനുഭവം. പിന്നീട് പറയുകയാണ്, നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്, തലമുറകൾ ഉണ്ടാവുകയാണ്.
അപ്പോൾ ഈ ഒരു വ്യക്തി എത്ര സന്തോഷവാനായിരിക്കും അല്ലേ? ആ വ്യക്തി ഞാനാണെങ്കിൽ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ കരിയർ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ദേശം, എൻ്റെ സമൂഹം, എൻ്റെ ഭാവി, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് തീരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും അല്ലേ? അതിൻ്റെ ഒരു രഹസ്യം അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ ബെൻസിക് സാർ പറഞ്ഞു കഴിഞ്ഞു. ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പം ആർക്കാണ് ഈ നിലയിൽ കുടുംബജീവിതത്തിൽ വളരെ വിജയകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത്? അതിൻ്റെ രഹസ്യം പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും. ഇപ്പം നമ്മൾ അനേക ടിപ്പുകൾ പഠിച്ചു. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിജയിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ടിപ്പുകൾ അറിയുമ്പോഴും വിജയിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സ്വാർത്ഥത അടങ്ങിയിട്ടുണ്ട്, സെൽഫിഷായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പല ടിപ്പ് നല്ലതാണ്, പക്ഷേ ആ ടിപ്പ് നീ ഉപയോഗിക്കുക, എനിക്കത്ര ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഭാഗത്ത് നമ്മൾ നമ്മുടെ സ്വാർത്ഥത വീണ്ടും ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ വിജയിക്കുവാൻ കാരണം അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബ ജീവിതത്തിൽ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മുപ്പിരിച്ചരട്, ബെൻസിക് സാറ് പറഞ്ഞു, നമ്മുടെ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരാൾക്ക് ഇടം കൊടുക്കരുത്. അത് മാനുഷികമായ രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും എടുക്കുന്ന ഡിസിഷൻ്റെ അകത്ത് വേറെ ആളുകളെ കൊണ്ട് ഡിസിഷൻ എടുക്കാനായിട്ട് വന്നാൽ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ യഹോവയെ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കുടുംബജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ജീവിതം ഒന്ന് വ്യത്യസ്തമായിട്ട് തീരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്, എന്നിൽ വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിച്ചെടിയിലെ കൊമ്പുകളിലേക്ക് ഈ മുന്തിരിച്ചെടിയിൽ നിന്നും ജീവരസം വരുമ്പോഴാണ് അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അത് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ നമ്മൾ 128-ാം സങ്കീർത്തനത്തിൽ വായിച്ചതിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് ഈ വാക്യത്തെ കാണുവാനായിട്ട് കഴിയും. ആരെല്ലാം യേശുക്രിസ്തുവിൽ വസിക്കുന്നുവോ, ആരെല്ലാം യേശുക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്നുവോ അവർക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ജീവിതം ഫലകരമായി തീരുവാൻ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം ഉണ്ടാകുവാൻ ആവശ്യമുണ്ട്. നമ്മുടെ സ്വയശക്തിയിൽ നമ്മൾ എത്ര ടിപ്പുകൾ പഠിച്ചാലും അത് പ്രായോഗികമാക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10 കാര്യങ്ങളും നമുക്ക് പ്രായോഗികമാക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട്? ദൈവം അതിനുള്ള ശക്തി പകരുകയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ ആത്യന്തികമായ വിജയത്തിനുള്ള ഏറ്റവും പ്രധാനമായ ടിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവമുണ്ടാകണം. കാരണം നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, കുടുംബജീവിതം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചത് ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ മനസ്സിലെ ഒരു പദ്ധതിയാണ് അല്ലേ? മനുഷ്യരാരും എന്നാൽ കുടുംബം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കിയേക്കാം എന്ന് ചിന്തിച്ചതല്ല. ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സിലെ ഐഡിയ ആയിരുന്നു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ കുടുംബജീവിതം സ്ഥാപിച്ചത് ദൈവമാണ്, അത് വിജയിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതും ദൈവമാണ്. ദൈവത്തെ കൂടാതെ വിജയകരമായ കുടുംബജീവിതം കഴിയുകയില്ല. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുന്നത്? നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയവരാണ്. മനുഷ്യൻ താൻ തന്നെ തൻ്റെ സ്വാർത്ഥതയിൽ, തൻ്റെ സ്വന്തം ചിന്താഗതിയിൽ, തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുള്ളവനാണ്. ഈ പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും നമ്മളെ തേടി വരികയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുവാൻ കാരണമായത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ തന്നിലേക്ക് അടുപ്പിക്കാനാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. തൻ്റെ മരണം അതാണ് ഘോഷിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മരിക്കുവാനിടയായത്? മനുഷ്യൻ
പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും എന്നേക്കും അകന്നു പോയപ്പോൾ ആ പാപത്തിൻ്റെ ശമ്പളമായ നിത്യശിക്ഷാവിധി തൻ്റെ മേലേറ്റെടുത്ത് നമ്മളെ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് പറയുകയാണ്, ഈ കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പേർക്ക് എന്ന് വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിത്യജീവൻ ലഭിക്കും. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. മിക്കവാറും എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16. അവിടെ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വാക്യത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമുക്കറിയാം, ലോകം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കല്ലും മണ്ണുമൊന്നുമല്ല, ഓരോ മനുഷ്യനെയും സ്നേഹിച്ചു എന്നാണ്. എന്നെ സ്നേഹിച്ചു എന്നാണ്. ദൈവം എന്നെ സ്നേഹിച്ചു. ഞാൻ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിത്യജീവൻ ലഭിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവിടെ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ദൈവം സ്നേഹിച്ചു, ദൈവം ആരും നശിച്ചു പോകരുത് എന്നാഗ്രഹിച്ചു, എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു, ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എല്ലാം ദൈവം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതികരണമായി ഒരു കാര്യം ചെയ്യണം എന്ന് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അതെന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഏക റെസ്പോൺസാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവമാണ് ചെയ്തത്. സ്നേഹിച്ചത് ദൈവമാണ്, നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിച്ചത് ദൈവമാണ്, നിത്യജീവൻ ലഭിക്കണമെന്ന് ചിന്തിച്ചത് ദൈവമാണ്, അതിനുവേണ്ടി ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാണ്, എല്ലാം ചെയ്തത് ദൈവമാണ്. പക്ഷേ ഇതറിയുമ്പോൾ അതിന് പ്രതികരണമായി വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പാപമില്ലാത്ത പരിശുദ്ധനായി ജീവിച്ച്, പക്ഷെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു. അത് മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് കഴിയും. കർത്താവേ, ഞാനാണ് പാപി, ഞാനാണ് നരകത്തിൽ പോകേണ്ടവൻ. എന്നാൽ ഞാൻ നശിച്ചു പോകാതെ എനിക്ക് നിത്യജീവൻ തരേണ്ടതിന് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരണം, എൻ്റെ ജീവിതത്തിൻ്റെ നായകനായി അവിടുന്ന് മാറണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ 128 സങ്കീർത്തനത്തിൽ യഹോവ ഭക്തനായ പുരുഷൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ദൈവം നയിക്കുന്ന ജീവിതം, ജീവിതത്തിൻ്റെ കർത്താവായിട്ട് യേശുക്രിസ്തു വരുന്നൊരു ജീവിതം, ആ ജീവിതത്തിൽ വിജയം നമുക്ക് നൽകുന്നത് ഈ ദൈവമാണ്. സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ കഴിയണമെങ്കിൽ നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വിഷയം എന്ന് പറയുന്നത് ദൈവഭക്തിയോടുകൂടിയ ജീവിതം, ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീരുന്ന ജീവിതം. ആ നിലയിൽ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് കുടുംബം പണിതെടുക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.